ഹായ് നോക്കൂ, കഠിനമായി അധ്വാനിച്ച് നമ്മുടെ ചെറുക്കൻ ഒരു പാറ്റയെ പിടിച്ചിട്ടുണ്ട്. അതും രാത്രി 1:30 മണിക്ക് കേട്ടോ. നമ്മുടെ ചെറുക്കൻ വളരെ കഷ്ടപ്പെട്ട് ഒരു പാറ്റയെ പിടിച്ചു. ഞങ്ങളെ റൂമിൽ കിടന്നുറങ്ങിയ പിള്ളേരെ പാറ്റ ചെന്ന് വിളിച്ചു. പിള്ളേർ ഉണർന്നു. രാത്രി 1:30 മണിയാണ് സമയം. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തിയ പാറ്റ എടുത്ത് ചാടിയതോ ഞങ്ങളെ പുറത്തൂടെ. കുഞ്ഞുങ്ങളും കൂടെ ചാടി. ഞങ്ങളെ ഉറക്കവും പോയി. അതാണ് സംഭവം ഉണ്ടായത്. കിട്ടിയ പാറ്റയെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ ചെറുക്കൻ പാസേജിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ മൊബൈൽ എടുത്തുകൊണ്ട് കൂടെ ചെന്നു. ആ ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. രാത്രി 1:30 മണി കേട്ടോ. ഒരുപാട് ചോദ്യം ചെയ്തിട്ടും അവൻ സത്യം വെളിപ്പെടുത്താതെ കാലും കൈയിട്ടടിച്ചടിച്ചു അവൻ്റെ മുന്നിൽ കിടന്നു. തലങ്ങും വിലങ്ങും അടി കിട്ടിയ പാറ്റക്കുട്ടൻ്റെ 1-2 കാല് പോയെന്നാണ് തോന്നുന്നത്. ആദ്യമായി വേട്ടയാടി കിട്ടിയ പാറ്റയെ നമ്മുടെ ചെറുക്കൻ വിട്ടുകൊടുക്കാതെ പോരാടി. ഒന്നും അറിയാതെ അനിയനെ വിളിക്കാൻ വന്ന ചേട്ടൻ കണ്ട കാഴ്ച സഹിക്കാൻ പറ്റുമോ? മൂത്തവനെ കണ്ട ദേഷ്യത്തിൽ പാറ്റയെ എടുത്ത് ബാക്കിലോട്ട് കുതറി മാറിയിട്ടുണ്ട്. അവിടെ കൊണ്ടിട്ടിട്ട് അവൻ കാണിക്കുന്ന വേലകളാണ്. JCBക്ക് മണ്ണെടുക്കുന്നത് പോലെ വലിച്ചു പിടിക്കുന്നുണ്ട് മേറ്റൊക്കെ. 18 അടവും പയറ്റി നോക്കുന്ന പാറ്റാക്കുട്ടൻ രക്ഷപ്പെടുമോ ഇല്ലയെന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടുള്ളത്. കുഞ്ഞു ഹൃദയം തകർന്നിരിക്കുന്ന മൂത്തവനെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതുപോലൊരു പാപം ചെയ്യാൻ അവന് എന്ത് ത്യാഗമാണ് ചെയ്തത്? അവനെ ഒന്ന് വിളിക്കുകയോ അവനെ കൂട്ടുകയോ ചെയ്യാതെ അനിയൻ തനിച്ച് പാറ്റയോട് പോരാടി അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറ്റാക്കുട്ടൻ്റെ 2 കാലെങ്കിലും എൻ്റെ അനിയൻ എനിക്ക് തരും എന്ന വിശ്വാസത്തിൽ കൊതിച്ച് നോക്കിയിരിക്കുന്ന ചേട്ടനെ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. ചേട്ടന് ഒരു ചാൻസും കൊടുക്കാതെ അനിയൻ പാറ്റാക്കുട്ടനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചാണ് തകർന്നിരിക്കുന്നത്. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അനിയൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന ചേട്ടനും. എന്താ ഒരു കാഴ്ചല്ലേ. വളരെ വിഷമത്തിലിരിക്കുന്ന നമ്മുടെ മൂത്തവന് ഒരു രക്ഷയുമില്ല. വളരെ ബുദ്ധിയോടെ അനിയൻ പാറ്റാക്കുട്ടനെ കൊണ്ട് അടുത്ത റൂമിലേക്ക് ഓടുന്നത് നമുക്ക് കാണാം. അവൻ കൊണ്ടുപോയിട്ടുണ്ട്. കാഴ്ചക്കാർ പോലെ. എന്തു മക്കളെ, നിനക്ക് തന്നില്ലേ അനിയെ? വിളിച്ച് തന്നില്ലേടി? അവനെ കൊതി കാണിക്കാൻ വീണ്ടും പഴയ സ്ഥലത്തേക്ക് ചെറുക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മൂത്തവനാണെങ്കിലും ആകെ വിഷമിച്ച് പാവം കണക്കവിടെ ഇരിക്കുന്ന ഒരവസ്ഥ. എന്തല്ലേ, വളരെ ദുഃഖകരമാണ്. ഒരു പീസ് പോലും അവന് കൊടുക്കുന്നില്ല. പാറ്റക്കുട്ടൻ ഇതുവരെയും കീഴടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. സേഫല്ലാന്നും പറഞ്ഞ് വീണ്ടും ഓടിയിരിക്കുകയാണ് അതേ റൂമിൽ കേട്ടോ. പാവം എൻ്റെ കൊച്ച് നോക്കുന്ന നോട്ടം കണ്ടോ, എന്ത് കഷ്ടമെന്നറിയാം. ഈ രാത്രി 1:30 മണിക്ക് ഉറക്കെഴുന്നേറ്റിരിക്കുന്ന എൻ്റെ കൊച്ചിന് ചെറിയൊരു പീസെങ്കിലും കിട്ടുമോയെന്നറിയില്ല. കാത്തിരുന്ന് തന്നെ കാണണം. അവിടെ പോയി നോക്കിയിട്ട് വരാം, എനിക്കും എന്തെങ്കിലും കിട്ടിയാലോ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ആ റൂമിൽ നിന്ന് വീണ്ടും പാറ്റാക്കുട്ടനെയും കൊണ്ട് ചെറുക്കനെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാറ്റാക്കുട്ടനെ സാപ്പിടാനുള്ള പരുവത്തിൽ ചെറുക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ സാപ്പിട്ട് നോക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. ദയനീയ അവസ്ഥയിലിരിക്കുന്ന മൂത്തവൻ അവനെ നോക്കിക്കൊണ്ട് എങ്ങനെയാടാ നിനക്ക് തിന്നാൻ തോന്നുന്നത്? അവനും കൂടെ കുറച്ച് കൊടുക്കടാ. അവനെ നോക്കിക്കൊണ്ട് തിന്നുന്ന ഒരു കാഴ്ചയല്ലേ, എന്താ പാവണമെന്നറിയോ. അവൻ വളരെ വിഷമിച്ചിരുന്ന് നോക്കുകയാണ്. അവനും കുറച്ച് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല. അനിയൻ വിരട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു പോരുത്, നിനക്കെന്താണ്, ഞാൻ പിടിച്ചതാണ്. പാവത്തിനെ വിരട്ടുന്നതും പോരാഞ്ഞിട്ടേ അടുത്ത് ചെന്ന് തലയ്ക്ക് 2-3 കൊട്ട് നോക്ക്. പട്ടാന്ന് 2-3 കൊട്ടൊക്കെ കൊടുത്ത് അനങ്ങാതെ അവിടെ ഇരുന്നു കൊള്ളണം. ഞാൻ ഇതും കഴിഞ്ഞിട്ട് വരാമെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. എന്നെ കാണിച്ച് ഒറ്റയ്ക്ക് തിന്നുന്ന ദുഷ്ട, നീ നന്നായി വാ, നീ നന്നായി വരും. ഒരനുഗ്രഹമൊക്കെ കൊടുത്ത് അങ്ങനെ മനസ്സിൽ പ്രാവി ഇരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. കിട്ടുമെന്ന് സ്വപ്നം കണ്ട നമ്മുടെ ചെറുക്കന് കിട്ടിയതുമില്ല. ഉറക്കവും വരുന്നു. അങ്ങനെ ദയനീയ അവസ്ഥയിൽ അവൻ ചാരി കിടക്കുകയാണ് ഞങ്ങളെ നോക്കി കേട്ടോ. ചിക്കൻ ഫ്രൈ പോലെ ഒരു പീസ് കഴിച്ചിട്ട് അവനെ നോക്കുകയും വീണ്ടും കഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മൂത്തവന് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അവന് ഒരു പീസ് പോലും കൊടുക്കാതെ എല്ലാം കഴിച്ച്. ഇതുപോലൊരു അനുഭവം ആർക്കും കൊടുക്കല്ലേ ദൈവമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് കടിച്ച് പിടിച്ചവിടെ ഇരിക്കുകയാണ്. എല്ലാം കഴിച്ച് നിനക്ക് തൃപ്തിയായാടാ, നീ നന്നായി വാടാ. എല്ലാവർക്കും ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.